നാടിൻ്റെ വിവിധങ്ങളായ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും സ്വന്തം ജീവൻ പണയം വച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അർപ്പണബോധത്തോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഏറെ അഭിനന്ദനാർഹമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ജീവനക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ 13ാമത് കോട്ടയം മേഖലാ സമ്മേളനം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംഘടനയിൽ നിന്നും വിരമിക്കുന്ന മുതിർന്ന അംഗങ്ങളെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. തീപിടുത്തം ഉണ്ടാകുന്നതിലേക്ക് മാത്രമല്ല എത്രയോ ദുരന്തങ്ങളും ഉണ്ടാകുന്നതിലേക്ക് നമ്മൾ ഈ വിഭാഗത്തെയാണ് കാണുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽമലയിൽ മറ്റുമുണ്ടായ സമാനമില്ലാത്ത ദുരന്തത്തിന്റെ മുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നാം കാണുന്നത് ആ രംഗത്ത് മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത് നമ്മുടെ കേരളത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥരാണ്. അവിടെ മാത്രമല്ല നമ്മൾ ബ്രഹ്മപുരത്തെ മാലിന്യപ്പഴയുടെ കാര്യത്തിനേക്കാളും ആമയിടത്തിനുള്ളിൽ അകപ്പെട്ടുപോയ ജോലിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല, എത്രയോ പ്രതികൂലമായ സാഹചര്യങ്ങളോടാണ് ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അർപ്പണബോധത്തോടുകൂടി ഇറങ്ങിയത് എന്നത് അഭിമാനപൂർവ്വം കേരളം ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ആമയിടത്തിലെ ആ വെള്ളത്തിലേക്ക് ഒരു വിരലെങ്കിലും ഒന്ന് മുക്കി നിർത്താൻ, അല്ലെങ്കിൽ കാൽപ്പാദം പോലും ഇറക്കി വെക്കാൻ നമ്മൾ മടിക്കുന്നിടത്താണ് ഈ ഒരു വിഭാഗം കൈമീ മറന്ന് അല്ല ജീവൻ തന്നെ ഒന്ന് അപകടത്തിലാകുമോ എന്നൊന്നും നോക്കാതെ അവർ ആ സേവ CK ആശ MLA ഫയർ സർവീസ് മെഡൽ നേടിയ ജീവനക്കാരെയും നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജീവനക്കാരുടെ മക്കളെയും ആദരിച്ചു. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്ത വിപ്ലവകരമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഫയർ സർവീസിലേക്ക് എത്തിയ 3 വനിതാ രത്നങ്ങളിലൂടെ എത്തിയിരുന്നു. അവരെ കാണുമ്പോൾ ഈ സർക്കാരിലും ഒപ്പം തന്നെ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലുമുള്ള വിശ്വാസം സ്ത്രീ എന്ന നിലയിൽ ഞാൻ കൂടുതൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീകളെ ഫയർ സർവീസിലേക്കും ഫോറസ്റ്റ് സർവീസിലേക്കുമെല്ലാം എടുക്കുവാനുള്ള തീരുമാനമെടുത്തുവെന്ന് മാത്രമല്ല, ഒരുപക്ഷെ പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റും എന്ന് കാലം അത്രയും നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്കും ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങളെക്കാൾ ഭംഗിയായി, അതായത് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെക്കാൾ ഭംഗിയായി ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു വിപ്ലവകരമായ തീരുമാനം ഫയർ സർവീസിൽ തന്നെ എടുക്കുന്നതിന് സർക്കാരിന് സാധിക്കുകയും ഇന്നതിന് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരുന്നതാണല്ലേ. പക്ഷേ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ചില അസൗകര്യങ്ങളുണ്ടായതിൻ്റെ പേരിലാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചത് എന്നറിയാൻ സാധിച്ചു. ജില്ലാ ഫയർ ഓഫീസർ റെജി വി കുര്യാക്കോസ്, സംസ്ഥാന ട്രഷറർ ബൈജു കോട്ടായി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MS ബിജോയ്, വൈക്കം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു KS, മേഖലാ ട്രഷറർ വി ഷൈൻ, സ്വാഗത സംഘം ചെയർമാൻ സജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പ്രണവ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി P പ്രവീൺകുമാർ, സെക്രട്ടറിയായി സിജിമോൻ, ട്രഷററായി P ഷൈൻ എന്നിവരടങ്ങുന്ന പുതിയ ഭാരവാഹികളെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.